എനിക്ക് ഇന്നൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് 1-2 ആളുകൾ വന്നിട്ട്, എനിക്ക് റെഗുലറായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ. അവർ വന്നിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് പലരും എൻ്റെ കമന്റ് ബോക്സിൽ സലാറിന്റെ മൂവി റിവ്യൂ ഇട്ട സമയത്ത് എന്നോട് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടു. നേര് സിനിമയ്ക്ക് നിങ്ങൾ കുറച്ച് പോസിറ്റീവ് പറഞ്ഞു. സലാറ് നിങ്ങൾ എന്തുകൊണ്ട് പോസിറ്റീവ് പറഞ്ഞില്ല? അതെന്റെ പേഴ്സണൽ താല്പര്യമാണ്. ഞാൻ കാശ് കൊടുത്ത് ടിക്കറ്റ് മുടക്കി കാണുന്ന സാധനത്തിന്റെ ഒപ്പീനിയൻ എനിക്കിഷ്ടത്തിനല്ലേ പറയാ, അല്ലേ? അല്ല, മാത്രല്ല സലാറും ഇതും തമ്മിൽ അതാണ് ഏറ്റവും വലിയ ഇതില് ഞാൻ സംശയിച്ചത്, എന്താണ് പ്രശ്നം എന്നുള്ളത്. മോഹൻലാൽ വിരോധികളാണോ? അല്ല, ഇത് മോഹൻലാൽ വിരോധം എന്നല്ല. ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളോട് ഞാൻ കൃത്യമായി സംസാരിച്ചു. ഒരുത്തം പിന്നെ തെറിവിളിയായിരുന്നു, അവനെ അങ്ങനെ തെറിവിളിച്ചു പോയി. ഞാൻ സ്ഥിരം അതാണ് കോമഡി എന്താ അറിയോ, ഞങ്ങൾ രണ്ടാളും സ്ഥിരം തെറിവിളിക്കുന്ന ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞാലും തെറിവിളിയാണ്. അല്ല, ആൾക്കാരല്ലേ. പിന്നെ ഒരാളിനോട് കൃത്യമായിട്ട് പറഞ്ഞു, ചേട്ടൻ നേര് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ലത് പറഞ്ഞിട്ട് സലാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പറ്റ മോശം പറഞ്ഞപ്പോ വാട്ട് ഐ ഫെൽറ്റ്, ചേട്ടൻ നേരിനെ പൊക്കാൻ വേണ്ടി ചെയ്തതാണ്, വാണ്ടഡ്ലി അങ്ങനെ പറയുന്നുള്ളത് ഉറപ്പിച്ചു കൂട്ടി പറഞ്ഞ പോലെ തോന്നി. അപ്പൊ എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് നിനക്കങ്ങനെ തോന്നി? അപ്പൊ എന്നോട് പറഞ്ഞു, ചേട്ടൻ സിനിമ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് ചെയ്യാറുണ്ട്. നേരിനെതിരെ വന്ന കേസിനെ കുറിച്ച് മാത്രം ചേട്ടൻ ഒരു വീഡിയോ ഒന്നും ചെയ്ത് കണ്ടില്ല. അതാണ് അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞൊരു കേസുണ്ട്. ഈ ഒരു സിനിമ റിലീസ് ആവുന്നതിന്റെ 2 ദിവസം മുമ്പ് ഈ ദീപു എന്ന് പറഞ്ഞ വ്യക്തി കൊണ്ടുപോയിട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുക, തലേ ദിവസം കേസ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താ വന്നു വെച്ച് കഴിഞ്ഞാൽ, ആ കേസ് ചിലപ്പോൾ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ദിവസം ഞാൻ കണ്ടത് തലേ ദിവസം അറിയില്ല, 2 ദിവസം മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് താഴത്തെ കോടതിയിലാണോ എന്ന് അറിയില്ല. എന്തായാലും എന്താണെങ്കിലും അങ്ങനെ കൊടുത്തൊരു സാധനം ഞാൻ കണ്ടപ്പോ നേര് സിനിമ കോർട്ട് റൂം ഡ്രാമ. എന്നാ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ ദിലീപ് സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് ദിലീപിന്റെ ഒരു ന്യൂസ് വരും. അതേപോലെ ഞാൻ അങ്ങനെയാണെന്ന് ചോദിച്ച് പേഴ്സണലി ചോദിച്ച് ഞാൻ ആ ഭാഗത്ത് നോക്കിയതുമില്ല. അത് നോക്കാതിരിക്കാനുള്ള വേറെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമയുടെ പ്രൊമോഷൻ ടൈമിലൊക്കെ ഈ സിനിമയ്ക്ക് 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ശാന്തി, ഒന്ന് നമ്മുടെ ജിത്തു. ഇവർ 2 പേരും ഇതിന്റെ സിനോപ്സ് ബിൽഡ് ചെയ്തതും ഈ കഥ എഴുതിയതിനെ കുറിച്ചിട്ടും ഈ കഥയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതെ കുറിച്ചിട്ടും ഒക്കെ കൃത്യമായിട്ട് അവരിരുന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അത്ര ധൈര്യത്തിൽ അവരത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കഥയെ അടിച്ചു മാറ്റിച്ച് വരണ്ടി വന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അവർ മടിക്കും. മാത്രല്ല അവരത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോ ഈ ദീപു കിടന്നുറങ്ങുമായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് എനിക്ക് എന്തോ അതൊരു പ്രൊമോഷൻ ടൂള് പോലെ തോന്നി. ഞാൻ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാതിരുന്നത്. അല്ലാതെ ഇത് നേര് സിനിമേനെ പൊക്കാനും സലാർ സിനിമേനെ താത്താനും വേണ്ടിയിട്ട് സീക്രട്ട് ഏജന്റ് മനഃപൂർവ്വം ചെയ്ത പരിപാടി അല്ലടേ. ഓക്കെ, അല്ല, ഇന്ന് കഷ്ടം നോക്കണേ. ഇനി ജീത്തു ജോസഫ് സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം ഇട്ട പോസ്റ്റ് ഒന്ന് വായിച്ചാ ഉറക്കം വായിക്കും. നേരെ നിങ്ങളിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള മറ്റേത് സിനിമയും സമീപിക്കുന്നത് പോലെ തികഞ്ഞ സത്യസന്ധതയോടെയും ഉത്സാഹത്തോടെയുമാണ് നേര് എന്ന ചിത്രം ഒരുക്കിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ അതും എന്റെ സിനിമയുടെ റിലീസ് അടുക്കുന്ന വേളയിൽ ഒരു വിവാദം സൃഷ്ടിക്കപ്പെട്ടു. നേരെന്ന സിനിമയുടെ കഥയ്ക്ക് അവകാശവാദം ഉന്നയിച്ച് മറ്റൊരാൾ രംഗത്തെത്തുകയും അതിനായി കോടതിയെ സമീപിക്കുകയും ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. പ്രസ്തുത കക്ഷി എഴുതിയ കഥയുടെ സിനോപ്സിസ് കേസിന്റെ രേഖകളോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. നാളെ നേര് തിയേറ്ററുകളിൽ നിന്ന് കണ്ട ശേഷം നിങ്ങൾ പ്രേക്ഷകർ വിധി എഴുതുക, നേരെന്ത് കളമെന്ത് എന്നുള്ളത്. ജിത്തു ജോസഫ്. ഓക്കെ, ഈ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേര് സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്. ഓക്കെ, എന്നാ ഫസ്റ്റ് നേര് കാണാം, എന്നിട്ട് മറ്റേ ഈ ദീപു എന്ന് പറഞ്ഞ വ്യക്തിയുടെ കഥയുടെ സിനോപ്സ് എന്താണെങ്കിലും പബ്ലിക്കിലുണ്ട്, അത് നമുക്ക് കേൾക്കാം. അതെ, അപ്പൊ നമുക്ക് നേരിന്റെ നേരെന്താന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഈ ദീപു എന്ന് പറഞ്ഞ വ്യക്തിയുടെ കഥയിന്റെ എന്തെങ്കിലും ഒരു അംശം നേര് എന്ന് പറഞ്ഞ സിനിമ കണ്ടതിൽ എനിക്ക് ഫീൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാനത് എന്ത് ചെയ്തു, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഹൈദരാബാദില്ലേ ഹൈദരാബാദിയുടെ ചാനലിൽ ഹൈദരാബാദ് കൃത്യമായിട്ട് ഈ സിനിമയെ കുറിച്ച്, അതായത് ഈ പറഞ്ഞ കേസ് കൊടുത്ത വ്യക്തിയുടെ സിനിമ എന്താണോ അതെന്തായിരുന്നു ആവേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ തിരക്കഥ സിനോപ്സ് അടക്കം അദ്ദേഹം എന്ത് കൊടുത്തേ കോടതിയിൽ കൊടുത്ത ആ കഥ എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹൈദരാബാദിന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈദരാബാദ് പോസ്റ്റ് ചെയ്ത ആ ഒരു സാധനവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം. അപ്പൊ ഞാൻ ഈ സാധനം കണ്ടു, ഹൈദരാബാദിന്റെ വീഡിയോ കണ്ടു, നേര് കണ്ടു.
എനിക്ക് പേഴ്സണലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് എന്താ പറയാ, ഞാന് ഈ കേൾക്കണ സമയത്ത് കാറില സമയത്തുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ ഇതിനെ കുറിച്ചാണ് പറയണെന്ന് സത്യത്തിൽ എനിക്ക് അറിയണല്ലോ. അല്ലേ, വേറെന്തോ ഒരു കേട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു. അതെ. അപ്പൊ മൂവി വേൾഡ് മീഡിയയില് നേര് എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ദീപു എന്താണോ കോടതിയിൽ കൊടുത്ത ദീപുവിന്റെ കഥ എന്ന് പറഞ്ഞ് നേരിന്റെ കഥയാണ് ഇപ്പൊ അത് എന്ന് പറഞ്ഞ് കൊടുത്ത സാധനം, അത് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ പോലും അത്യാവശ്യം ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഹൈദരാബാദ് മൂവി വേൾഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് നേര് കണ്ട ആളുകളും ഇപ്പൊ ഹൈദരാബാദ് പറയുന്ന ഈ ദീപുവിന്റെ കഥ എന്ന് പറയുന്ന ഈ കഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കഥ ഇപ്പൊ പുറത്തു വിടണ്ടില്ലായിരുന്നു, വേറൊരു കഥ നല്ല കഥയ്ക്ക് സിനിമയാക്കിയത്. പക്ഷെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, പബ്ലിക്കിൽ വന്നു ഏകദേശം സാമ്യം ഉണ്ടാവും, സ്പോയിലർ അലർട്ട് ഉണ്ടാവില്ലേ? അങ്ങനെയല്ല, എനിക്കൊരു സാമ്യം തോന്നിയില്ല. എനിക്കൊരു സാമ്യം തോന്നിയില്ല. അങ്ങ് തോന്നിയ? എനിക്കൊരു സാമ്യം തോന്നിയില്ല. പിന്നെന്താ, എന്നാ പിന്നെ നോട്ടോ, ഇത് പ്ലേ ചെയ്യാണ്. അഭിഭാഷകയായ മല്ലിക, മകൾ നിത്യ, മല്ലികയുടെ ഭർത്താവിന്റെ മരണശേഷം ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുന്നു. അബി എന്നാണ് പേര്. ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ കേസുകളും മറ്റും വായിച്ച് കൃത്യമായി നിരീക്ഷണങ്ങൾ നടത്തുന്ന മിടുക്കനായ ഒരു കുട്ടി. വളരെ സങ്കീർണമായ ഒരു കേസിൽ അബിയുടെ നിരീക്ഷണങ്ങൾ കാരണം മല്ലിക വിജയിക്കുന്നു. മല്ലികയ്ക്ക് അബിയോടുള്ള അമിതമായ സ്നേഹം നിത്യയിൽ അസൂയ ഉണ്ടാക്കുന്നു. ഇതാണ് ഈ കഥ, അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കഥയുടെ ഉള്ളടക്കം. അത് മറ്റൊരു ഘട്ടമായിട്ട് കാണുന്നു. 2 കാലഘട്ടമായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്നത്. പിന്നീട് കാണുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന നിത്യയാണ്. അബിയുടെ ഒരുപാട് നിഗൂഢതകളും കഥയിൽ കാണിക്കുന്നുണ്ട്. നിത്യ എന്ന് പറയുന്ന ഇവർ പറയുന്ന കഥാപാത്രം നിമിഷ സജയനെയാണ് ഈ കഥാപാത്രമായിട്ട് അദ്ദേഹം അന്ന് ആ കഥയിലേക്ക് വെച്ചിരുന്നത്. അഭിഭാഷകയായ മല്ലിക ജഡ്ജിയാകുന്നു. ആദ്യം വാദിക്കാൻ വന്ന അഭിഭാഷക മല്ലിക എന്ന ക്യാരക്ടർ ജഡ്ജിയായി ഈ കോർട്ട് റൂമിലുണ്ട്. അബി തന്റെ ജൂനിയറായ വിദ്യ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ജോലി സംബന്ധമായ പല തർക്കങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്നു. അങ്ങനെ അവർക്കൊരു പെൺകുഞ്ഞ് പിറക്കുന്നു. പേര് അനു എന്നാണ് ആ പെൺകുട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ഇവർ തമ്മിലും ജോലി സംബന്ധമായ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. എടുത്തു തന്നെ ആ കഥയിൽ പറയുന്നു, ഇവർക്കിടയിൽ ജോലി സംബന്ധമായ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിനിടയിൽ കുഞ്ഞുണ്ടാകുന്നു. അവിടെ നിന്നാണ് ഈ കഥയ്ക്കൊരു മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ കഥയിൽ പറഞ്ഞത്, ഈ ദീപക്കുണ്ണിയുടെ കഥയിൽ പറയുന്നത്. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ മൂലം വിദ്യ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നു. ആ അഭിഭാഷക എന്ന നിലയിലേക്ക് പുതിയ സ്ഥാപനവുമായി മുന്നോട്ട് പോകും. ഈ കഥയിൽ കൃത്യമായിട്ട് ഇദ്ദേഹം പറയുന്നതാണ് ഞാൻ ഈ പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത്. ഇതിനിടയിലാണ് ഒരു സംഭവം അരങ്ങേറുന്നത്. ഈ കഥയിൽ അദ്ദേഹത്തിന്റെ ദീപക്കുണ്ണിയുടെ കഥയിൽ ഇതിനിടയിൽ ഒരു സംഭവം അരങ്ങേറുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കോർട്ട് റൂമിൽ വലിയ വാദപ്രതിവാദം നടക്കുന്നത്. ആ സംഭവം ഇപ്രകാരമാണ്. ഇതിനിടയിലാണ് ഈ സിനിമയെ മാറ്റിമറിക്കുന്ന നിലയിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. വിദ്യയുടെയും അബിയുടെയും മകളായ 4 വയസ്സുള്ള അനു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. ഇതാണ് ഈ കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിട്ട് ദീപക്കുണ്ണി കാണിക്കുന്നത്. ഇവിടെയാണ് കോർട്ടിലെ വലിയ വാദപ്രതിവാദം നടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അനു വീട്ടിൽ വെച്ചാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. വിദ്യ തന്റെ ഭർത്താവിന്റെ കുറ്റക്കാരനെന്ന് ആരോപിക്കുന്നു. വിദ്യ ഭർത്താവാണ് കുറ്റക്കാരനെന്ന് ആരോപിക്കുന്നു. മകളുടെ മൃതദേഹത്തിന് അടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന അബിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും കാണാം. സ്വന്തം മകളുടെ കൊലപാതകത്തിന്റെ കേസ് വാദിക്കുന്ന സ്വന്തം അമ്മയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അച്ഛൻ. അവിടെയും തീരുന്നില്ല ഈ കഥ. ആ കഥ എത്തുന്ന കേസിന്റെ വിധി കേൾക്കുന്നത് മുത്തശ്ശി മല്ലിക എന്ന് പറഞ്ഞ കഥാപാത്രം. ഇങ്ങനെയാണ് ഈ ദീപക്കുണ്ണിയുടെ കഥ. ഹൈദരാബാദ് ഡീറ്റെയിൽ ചെയ്ത ഈ സ്റ്റോറി ലൈനിന്റെ അകത്തും ഇപ്പൊ ഇറങ്ങിയ തിയേറ്ററിൽ കളിക്കുന്ന നേരിന്റെ സ്റ്റോറി ലൈനും തമ്മിൽ ഞാൻ കണ്ട നേരിന്റെ സ്റ്റോറിയും ഈ പറഞ്ഞ ദീപുവിന്റെ സ്റ്റോറി തമ്മിൽ ഒരു ബന്ധം എനിക്ക് ഫീൽ ആവുന്നില്ല. ഞാൻ നാളെ കഥ കണ്ടിട്ട് ഇങ്ങക്ക് തോന്നിയ? എനിക്ക് ഒരു ബന്ധം തോന്നിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു ബന്ധം കേട്ടിട്ട് തോന്നിയില്ലല്ലോ? എവിടെ ഒരു ബന്ധം തോന്നിയില്ല. അപ്പൊ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് സാധനമാണ്. ഈ ഒരു സ്ഥലത്ത് പോലും ഇതിൽ ആകെ ഒരു സ്ഥലം കണക്ട് ആവുന്നുണ്ടെങ്കിൽ എന്താ അറിയോ? കോടതിയാണ്. അപ്പൊ കോടതിയിലുള്ള ഏത് സിനിമയും ഏത് പ്ലോട്ട് എടുത്ത് വെച്ചാലും ഇപ്പൊ അത് ദീപുവിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് കണക്ട് ആവും. എനിക്കറിയാൻ പാടില്ല എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പോയിട്ട് ഇനി ദീപുണ്ണി കേസ് കൊടുത്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങള്. ദീപു കെ ഉണ്ണി റിട്ട് ഹർജിയിൽ ആരോപിക്കുന്നത് ഇങ്ങനെയാണ്.
മധ്യവർഗ കുടുംബത്തിൽ നിന്ന് വരുന്ന താൻ സിനിമയിൽ എഴുത്തുകാരനാകുക എന്ന ലക്ഷ്യത്തോടെ വളരെ കഷ്ടപ്പെട്ടാണ് കോടതി ആധാരമാക്കിയുള്ള ഇമോഷണൽ ഫാമിലി ഡ്രാമയുടെ തിരക്കഥ പൂർത്തിയാക്കിയത്. ഒരു അഭിഭാഷകന്റെയും അഭിഭാഷകയുടെയും വ്യക്തിപരവും തൊഴിൽപരവുമായ യാത്ര കോടതി വിചാരണകളുടെ പശ്ചാത്തലത്തിൽ പറയുന്നതാണ് തന്റെ തിരക്കഥയുടെ പ്രമേയം. 3 വർഷമായി ഈ തിരക്കഥ താൻ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന പല ചലച്ചിത്രകാരന്മാർക്കും അയച്ചു കൊടുത്തിരുന്നു. അക്കൂട്ടത്തിൽ ജിത്തു ജോസഫിനും ശാന്തി മായാദേവിക്കും തിരക്കഥ അയച്ചു കൊടുത്തു. ഇരുവരുമായി ടെലിഫോണിലും സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഇമെയിലിലും ആശയവിനിമയം നടത്തി. ഇമെയിലിന്റെ സ്ക്രീൻഷോട്ടുകൾ തെളിവായുണ്ട്. 2021 ജനുവരിയിൽ ഉദയംപേരൂരിലെ ജിത്തു ജോസഫിന്റെ വസതിയിൽ വെച്ച് 3 മണിക്കൂറോളം തിരക്കഥ ചർച്ച ചെയ്യുകയും ജിത്തു അനുകൂലമായി പ്രതികരിക്കുകയും തിരക്കഥയിന്മേൽ ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. വീട്ടിൽ വെച്ച് ജിത്തുവുമൊത്തുള്ള സെൽഫിയും ചിത്രങ്ങളും മറ്റും എടുക്കുകയും ചെയ്തു. പിന്നീട് 2021 ഏപ്രിലിൽ ഇടപ്പള്ളിയിലെ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ജിത്തുവുമായി തിരക്കഥാ ചർച്ച നടന്നു. ശാന്തി മായാദേവിയും അവിടേക്ക് ക്ഷണിച്ചു വരുത്തി. 1/2 ദിവസത്തോളം ചർച്ച നടന്നു. ദീപുവിന്റെ തിരക്കഥയുടെ കൃത്യതയ്ക്ക് വിദഗ്ധ അഭിഭാഷകരുടെ സഹായം തേടണമെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഇതിന്റെ ഭാഗമായി തിരക്കഥയുടെ 2 പകർപ്പുകൾ ജിത്തുവിനും ശാന്തിക്കും കൈമാറി. തിരക്കഥാ ചർച്ചയുടെ ഫോട്ടോകളും തെളിവായുണ്ട്. ദീപുവിന്റെ ഇമോഷണൽ കോർ ഡ്രാമ തങ്ങൾക്ക് ഇഷ്ടമായെന്നും ദീപുവിനെ തങ്ങളുടെ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായി തിരഞ്ഞെടുത്തെന്നും ഇരുവരും അറിയിച്ചു. നായകനായ മോഹൻലാലിന്റെ ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് തിരിച്ചു വിളിക്കാമെന്നും വ്യക്തമാക്കി. പിന്നീട് ഡിസംബർ 17 നേരിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ അതിലെ ദൃശ്യങ്ങൾ 3 വർഷം മുമ്പ് താൻ കൈമാറിയ തന്റെ തിരക്കഥയുടെ തനിപ്പകർപ്പാണെന്ന് വ്യക്തമായെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. താൻ കൈമാറിയ ഇമോഷണൽ ഫാമിലി ഡ്രാമയുടെ ത്രെഡ് വികസിപ്പിച്ച് വിശദമായ ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാക്കിയെന്ന് ട്രെയിലർ വിശകലനം ചെയ്തപ്പോൾ ബോധ്യമായെന്നും ഹർജിയിൽ പറയുന്നു. തന്റെ അവകാശം സംരക്ഷിക്കാൻ ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്നും പിടിച്ചെടുക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു. ജിത്തു ജോസഫിന്റെ ദൃശ്യത്തിൻ്റെതടക്കമുള്ള തിരക്കഥകൾ മോഷണമാണെന്നും ദീപു കെ ഉണ്ണി ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ദൃശ്യത്തിന്റെ യഥാർത്ഥ തിരക്കഥാകൃത്ത് തിരക്കഥ തിരിച്ചാവശ്യപ്പെട്ടപ്പോൾ ജിത്തുവും കൂട്ടരും ഭീഷണിപ്പെടുത്തിയാണ് പ്രശ്നം ഒത്തുതീർപ്പാക്കിയതെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു. ഇങ്ങനെയാണ് ദീപു കെ ഉണ്ണി കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഹൈദർബായ് പറഞ്ഞ വേർഷനിലുള്ള ഒരു കഥയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ലൈക്ക് അത് നേരുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇനിയിപ്പോ ബാക്കി കോടതി തീരുമാനിക്കട്ടെ അല്ലേ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. കോടതി കഥ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേൾവിയില് അത് തമ്മിലൊരു ബന്ധമില്ല. നമുക്കൊരു ബന്ധമായിട്ട് ഇനി പറയാൻ പറ്റില്ല. ചിലപ്പോ എഴുതി വെച്ച കഥ ഇങ്ങനെ സ്ക്രീൻ പ്ലേ ഒരു ത്രെഡോ സ്ക്രീൻ പ്ലേയോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി. അതെ. അപ്പൊ ഞാനിത് ഈ ഒരു എന്താ പറയാ നേരിന്റെ കേസ് അങ്ങനെ പറയാം. ഇനിയിപ്പോ നേരിന്റെ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാതിരുന്നതിന് കാരണങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് സലാറിനെ താത്താനും നേരിനെ പൊക്കാനും വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളൊരു കാലം എനിക്ക് എങ്ങനെ സലാറിനോട് ഒരു ദേഷ്യം വരും? കാരണം എന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ അഭിനയിക്കുന്ന സിനിമയാണ്. ഞാനൊരു ഡൈഹാർട്ട് പൃഥ്വിരാജ് ഫാനാണ്. ഓക്കെ, ഞാൻ കടുവ കണ്ടിട്ടും എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൃഥ്വിരാജ് ഫാൻ ആയിട്ട് പോലും കടുവ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള വേർഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ സിനിമയെ ഇഷ്ടപ്പെടുന്നു, സിനിമയുടെ നടനെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ എനിക്ക് ആ നടനേക്കാൾ വലുതാണ് ഞാൻ കൊടുക്കുന്ന 150 രൂപ എന്റെ സമയം. അപ്പൊ ഞാനത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടമല്ല തന്നെയല്ലേ പറയാ. അല്ലാതെ ഇത് ഒന്ന് വെക്കാനും ഒന്ന് താത്താനും എന്തോ പറയാ. അങ്ങനെ പൊക്കിയും താത്തിയും കളിച്ചിട്ടാണ് ഞാൻ നടന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന BMW ആണ്. പൊക്കിയും താത്തിയും കളിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇരുന്നത് വല്ല മേബാക്കിലോ അല്ലെങ്കിൽ റോൾസ് റോയ്സ് ഗോസ്റ്റിലൊക്കെ ആയിരിക്കും അല്ലേ? ആ, അല്ല ഈ പ്രഭാസ് ആരെങ്കിലും കുഞ്ഞമ്മേന്റെ മോനോ ഓനെ താത്തി കെട്ടാൻ വേണ്ടിട്ട് ബാക്കിയുള്ള നടന്മാരെ പൊക്കാൻ വേണ്ടി പ്രഭാസ് താഴ്ത്തി കെട്ടി. അല്ലെങ്കിൽ പ്രഭാസിനെ അല്ല മൂപ്പരോട് എന്തൊക്കെയാ കോംപ്ലക്സ് ഇഷ്ടല്ല. അതുകൊണ്ടാണ് ഇറങ്ങിയ സമയത്തെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കഷ്ടം. എന്താണെന്നുണ്ടെങ്കിൽ ഇതാണടേ നേരിന്റെ കേസ്. അല്ലാതെ എനിക്കൊന്നും പറയാൻ. ഇനി ഈ കേസ് കോടതി തീരുകയാണെങ്കിൽ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം.